ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിപ്പോൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുവാണല്ലോ. അതായത് ഡിസംബറിലേക്ക് കയറി. ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ ജനനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നൊരു തോട്ടാണ്. അതായത് ഇസ്രായേൽ ജനം 2000 വർഷം കാത്തിരുന്നതാണ് ഒരു രക്ഷകന് വേണ്ടി, അതായത് ഈശോയ്ക്ക് വേണ്ടി. അപ്പോൾ അവരുടെ മനസ്സിൽ അവരൊരു രക്ഷകൻ എന്ന് വിചാരിച്ചത് അവരെ ആ അടിമത്തത്തിൽ നിന്ന്, ബാബിലോണിൻ്റെ അടിമത്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ റോമൻ എംപയറിൻ്റെ ആണെങ്കിൽ അവരുടെ എല്ലാത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ശക്തനായ ദാവീദിനെ പോലത്തെ ഒരു റൂളർ ആയിരിക്കും വരുന്നത് എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഈശോ വന്നപ്പം ഈശോ രാജാവാണ്. പക്ഷെ അവർ വിചാരിച്ചതുപോലത്തെ ഒരു രാജാവായിരുന്നില്ല ഈശോ വേറെ, അതായത് അവരൊരിക്കലും ചിന്തിക്കാത്ത കൈൻഡ് ഓഫ് മെസ്സേജസ് ഒക്കെയാണ് ഈശോ പഠിപ്പിച്ചത്. കുറേ കാര്യങ്ങളാണ് ഈശോ പഠിപ്പിച്ചത്. അപ്പം അവരവിടെ ഡിസപ്പോയിൻറ്റഡ് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു തോട്ട് വന്നിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത്, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ആയിരിക്കും. നമ്മളിപ്പോൾ ക്രിസ്മസിൻ്റെ ഒരുങ്ങാൻ നേരത്ത് നമുക്ക് കുറേ പ്രാർത്ഥനകളുണ്ടായിരിക്കും, കുറേ ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. ആൻഡ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഈശോ പ്രവർത്തിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ ഈശോ നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവണമെന്നില്ല. അപ്പം നമ്മൾ നിരാശപ്പെട്ട് അവരെ പോലെ ഈശോ അംഗീകരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറരുത്. പകരം എന്താണ് ഈശോ നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കുന്നത്, അതിന് ഒരു റീസൺ ഉണ്ട്. അതിന് ഈശോയ്ക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. മറ്റേ ജെറമായ 29:11 പറയുന്നത്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. അപ്പം എന്താണോ നമ്മുടെ ലൈഫിൽ ദൈവം അനുവദിക്കുന്നത്, അത് ദൈവത്തിൻ്റെ ഒരു ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് ദൈവം ചെയ്യുന്നതെന്ന് നമ്മൾ വിശ്വസിക്കണം. കുറച്ച് പാടാണ്, കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ലൈഫ് മാറുമ്പോൾ നമ്മൾ ശരിക്കും ഓട്ടോമാറ്റിക്കലി എന്താണ് ദൈവം കാണിക്കുന്നതെന്ന് വിചാരിക്കും. ബട്ട് അക്സെപ്റ്റ് ഇറ്റ്. ഈശോ നമ്മളുടെ ലൈഫിൽ തരുന്ന ഓരോ സഹനങ്ങളായിരിക്കാം, സന്തോഷമായിരിക്കും, എന്തായാലും അതിനെല്ലാത്തിനും ദൈവത്തിൻ്റെ ഒരു ബിഗർ പിക്ചർ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റാത്തൊരു ബിഗർ പിക്ചർ അവിടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഈശോയിൽ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ ഈ ഓരോ ദിവസം ഈ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ, നമ്മൾ ഈശോയിൽ ട്രസ്റ്റ് ചെയ്യാത്ത ഓരോ എലമെൻറ്റ്സ് കാണുമല്ലോ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും ഈശോയിൽ ട്രസ്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾ പുറത്തെ എലമെൻറ്റ്സ്, അതെല്ലാം കണ്ടുപിടിച്ച് അത് ഈശോയ്ക്ക് വേണ്ടി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരു എന്താ പറയുക, ഇതുവരെ നമുക്കുണ്ടാവാത്തൊരു പോലത്തെ ഒരു ക്രിസ്മസ് ഈശോയുടെ ജനനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ഗോഡ്.